മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ കോസ്റ്റിങ്ങിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോബ് ഇവാലുവേഷൻ ആൻഡ് മെറിറ്റ് റേറ്റിംഗ് എന്നതുവരെയുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. നെക്സ്റ്റ് പറയാനുള്ള കമ്പ്യൂട്ടേഷൻ ഓഫ് ലേബർ കോസ്റ്റ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കർക്ക് നമ്മൾ എത്രത്തോളമാണ് ലേബർ കോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ കമ്പ്യൂട്ടേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. സാലറി, അതിന് എത്രത്തോളം സാലറി ഇപ്പോൾ 10,000 രൂപയാണ്, അതിൽ നിന്ന് PF എത്ര പോകുന്നു, ഓരോ ഇതിലേക്കും എത്രത്തോളം ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിലോട്ട് എത്രത്തോളമാണ് പോകുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ലേബർ കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ലേബർ കോസ്റ്റ് റെഫേഴ്സ് ടു കോസ്റ്റ് എൻകോർഡ് ഫോർ എൻഗേജിങ് ലേബർ അല്ലേ. ഒരു ലേബർക്ക് എത്രത്തോളം കോസ്റ്റാണ് അല്ലേ വരുന്നത് വെച്ചെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ഇൻ അഡീഷൻ ടു ദി ബേസിക് വേജ്. ബേസിക് വേജിന് പുറമേ ആയിട്ട് പറഞ്ഞാൽ അഡീഷൻ ടു ബേസിക് വേജ് എത്രയാ 10,000 രൂപയാണ് ബേസിക് വേജ് വരുന്നത് വെച്ചെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് കുറേ സെവറൽ പേയ്മെൻറ്റ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻ അഡീഷൻ ടു ദ ബേസിക് വേജസ് സെവറൽ അതർ പേയ്മെൻറ്റ്സ് ആർ ഓൾസോ മെയ്ഡ് ടു ദി വർക്കേഴ്സ്. പലതരത്തിലുള്ള പേയ്മെൻറ്റും വർക്കേഴ്സിന് വരുന്നുണ്ട്. സച്ച് ആസ് ഡിയർനെസ് അലവൻസ്, ഹൗസ് റെൻറ്റ് അലവൻസ്, ഓവർ ടൈം, വേജ് ഹവേഴ്സ്, വേജ് ബോണസ് എക്സെട്ര അല്ലേ. അപ്പോൾ സം ഡിഡക്ഷൻ ആർ ഓൾസോ മെയ്ഡ് ഫ്രം ദി വേജസ് സച്ച് ആസ് പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, ESI കോൺട്രിബ്യൂഷൻ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എക്സെട്ര. അപ്പോൾ ലേബർ കോസ്റ്റ് ഓരോ വർക്കേഴ്സിനും എത്രത്തോളമാണോ ലേബർ കോസ്റ്റ് വരുന്നത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇൻ അഡീഷൻ ടു ദി ബേസിക് വേജസ് സെവറൽ അതർ പേയ്മെൻറ്റ്സ് ആർ ഓൾസോ മെയ്ഡ് ടു ദി വർക്കേഴ്സ് സച്ച് ആസ് ഡിയർനെസ് അലവൻസ്, ഹൗസ് റെൻറ്റ് അലവൻസ്, ഓവർ ടൈം, വേജ് ഹവേഴ്സ് എക്സെട്ര അല്ലേ. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി പേറോൾ വേജ് ഷീറ്റ്, എങ്ങനെയാണ് വേജ് ഷീറ്റ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ പേറോൾ ഈസ് എ ഷീറ്റ് കണ്ടെയ്നിങ് ദി ഡീറ്റെയിൽസ് ഓഫ് വേജ് പേയബിൾ ടു ദി വർക്കേഴ്സ്. അപ്പോൾ പേറോൾ ലിസ്റ്റിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ എങ്ങനെയൊക്കെയാണ് വർക്കേഴ്സിന് വേജ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പേറോൾ ഈസ് എ ഷീറ്റ് കണ്ടെയ്നിങ് എന്തായാലും കണ്ടെയ്ൻ ചെയ്യുന്നത് ഡീറ്റെയിൽസ് ഓഫ് വേജ് പേയബിൾ ടു ദി വർക്കേഴ്സ്. എത്രത്തോളം കൂലി വർക്കേഴ്സിന് വേജ് കൊടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് വർക്കേഴ്സിന് വേജ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. It contains such as gross wage, deduction from the gross wage, net wage payable to each worker. എങ്ങനെയൊക്കെയാണ് വർക്കേഴ്സിന് വേജ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലേ അതിലുണ്ടായിരിക്കും. വർക്കേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ദർ വേജസ് ഹാവ് ബീൻ അറൈവ്ഡ് അറ്റ്. എങ്ങനെയൊക്കെയാണ് അവരുടെ വേജ് വന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് സാലറി ഇത്ര, ഹൗസ് റെൻറ്റിലേക്ക് ഇത്രത്തോളം പോയി, PF ഇത്രത്തോളം പോയി എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വർക്കേഴ്സിന് അറിയുന്നതിന് വേണ്ടി നമ്മൾ വരയ്ക്കുന്നതിനെയാണ് പേറോൾ അല്ലെങ്കിൽ വേജ് ഷീറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വേജ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലാണ് എത്രയാണ് അവർക്ക് സാലറി ഉള്ളത്, ആ സാലറിയിൽ നിന്ന് ഓരോ ഭാഗത്തിലോട്ടും എത്രത്തോളമാണ് പോയത് എന്നറിയാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിന് സാധിക്കുന്നു. അതിൻ്റെ ഒരു കണക്ക് നമുക്ക് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കണക്ക് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. From the following particulars, from the following particulars, from the following particulars എന്താ പറയുന്നത് ascertain the labor cost, ascertain the labor cost, ascertain the labor cost per day of 8 hours. 8 hours എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂറാണല്ലോ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 8 hours എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അസർട്ടൈൻ ദ ലേബർ കോസ്റ്റ് പെർ ഡേ ഓഫ് 8 hours. അതിൽ നോക്കുക, ആദ്യം ബേസിക് സാലറി. ബേസിക് സാലറി rupees 2,000 per month. rupees 2,000 per month. ബേസിക് സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2,000 തന്നിട്ടുണ്ട് കേട്ടോ. 2,000 രൂപയാണ് നമ്മുടെ ബേസിക് സാലറി അല്ലേ. ഇനി ലീവ് സാലറി. ലീവ് എടുത്താൽ ഇതിൽ നിന്ന് 5% പോവും. ലീവ് സാലറി 5%.
Next one, employees contribution to PF. Employees contribution to PF. Employee contribution to PF. PF ലേക്ക് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 8%. 8% of A and B. A and B. 8% of A and B. Next, employee contribution to ESI. Employee contribution to ESI. ESIയിലേക്ക് എത്രത്തോളമാണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ്. 2.5% of A and B. A and B. And next, pro rata expenditure on labor amenities. Pro rata expenditure on labor amenities. Labor amenities എന്ന് പറയുന്നത് 179.5 per head per month. Per head per month. Next, working hours in a month. Working hours in a month എന്ന് പറയുന്നത് 200. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ കുറേ തന്നിട്ടുണ്ട്. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അസർട്ടൈൻ ദ ലേബർ കോസ്റ്റ് പെർ ഡേ ഓഫ് 8 hours. അല്ലേ? അപ്പോൾ ബേസിക് സാലറി തന്നിട്ടുണ്ട്, ലീവ് സാലറി പറഞ്ഞിട്ടുണ്ട്, PF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ, ESI-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ, എക്സ്പെൻഡിച്ചർ, എമിനിറ്റി പറഞ്ഞ സൗകര്യങ്ങൾ, വർക്കേഴ്സിനുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ളത്, പിന്നെ വർക്കിംഗ് ഹവേഴ്സ് ഇൻ എ മന്ത്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുക സ്റ്റേറ്റ്മെൻറ്റ് ഓഫ്. ആദ്യം നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് labor cost per day of 8 hours. 8 hours. Statement of labor cost per day of 8 hours. അതിലാദ്യം ബേസിക് സാലറി നോക്കുക, നിങ്ങൾ എഴുതുക കേട്ടോ. അങ്ങനെ 2 കോളംസ് മതി. ആദ്യത്തേൽ എ, ആദ്യം നമുക്ക് തന്നിരിക്കുന്നതായിരുന്നു ബേസിക് സാലറി. നമുക്കറിയാം ബേസിക് സാലറി എത്രയാണ്? 2000 അല്ലേ? അതിന് സംശയമില്ലല്ലോ, 2000 രൂപയാണ് നമുക്ക് ബേസിക് സാലറി ആയിട്ടുള്ളത്. ലീവ് സാലറി ബി, ലീവ് സാലറി 2000 × 5/100. ഈ 2 10 അല്ലേ? അപ്പം 100 രൂപ. ലീവ് സാലറി 100. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF. സി, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു PF. അപ്പോൾ അതിൽ എയും ബിയും കൂടിയതാന്ന് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF 8% ഓഫ് A ആൻഡ് B എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എയും ബിയും കൂടിയിട്ട് നമുക്ക് എത്രയാണ്? 2100. 2100ൻ്റെ 8% കാണണം കേട്ടോ. എയും ബിയും കൂടിയതാ എന്ന് കണക്കിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ 2% കാണാം. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF അതിൻ്റെ 8% കാണുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 168 കിട്ടി. നെക്സ്റ്റ്, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു ESI. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു ESI
അതും എയും ബിയും കൂടിയതാണ്. അപ്പോൾ 2100 ഇൻറ്റു എത്ര വരിക 2.5%. 2.5 എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ചെറുതാക്കും 2.5 പോയിന്റിലേക്ക് മാറ്റിയപ്പോൾ 2.5 ആവും. അല്ലെ ആരയില്ല അരയ്ക്ക് 0.5 എന്നല്ലേ പറയുക 0.5/100. അപ്പോൾ എത്ര കിട്ടുന്നു 52.50 52.50. ഇനി പ്രോറാറ്റ ലേബർ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് DE പ്രോറാറ്റ ലേബർ അമ്യൂണിറ്റീസ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അല്ലേ വർക്കേഴ്സിന് വേണ്ട സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് എമൗണ്ട് തന്നിട്ടുണ്ട് 179 രൂപ 50 പൈസ 50. ഇനി നമ്മളിതിൻ്റെ ടോട്ടൽ കാണുക. അപ്പോൾ ടോട്ടൽ കാണുമ്പോൾ നമുക്ക് 2500 കിട്ടും അല്ലേ 2500. ഇനി ലേബർ കോസ്റ്റ് പെർ ഡേ therefore ലേബർ കോസ്റ്റ് പെർ ഡേ കാണണം അല്ലേ. എങ്ങനെ പെർ ഡേ കാണാം 2500 അല്ലേ ടോട്ടലുള്ള 2500 വന്നു. ടോട്ടൽ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് 200 ആണ്. ബൈ 200 ഇൻറ്റു എത്ര മണിക്കൂറാണ് ഒരു ദിവസം 8. ഏതാണോ നമുക്ക് കാണേണ്ടത് വെച്ചെങ്കിൽ അത് ഇൻറ്റു ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻറ്റു 8 അപ്പോൾ എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2500 ബൈ 200 ഇൻറ്റു 8 0 വെട്ടിപ്പോയി 428 അപ്പോൾ 100. ഒരു ദിവസത്തേക്കുള്ള കാശ് എത്രയും നമുക്ക് കിട്ടുന്നത് 100 രൂപയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു ദിവസത്തേക്കായിട്ട് കിട്ടുന്നത്. അങ്ങനെ 100 രൂപയാണ് ലേബർ കോസ്റ്റ് പെർ ഡേ വരുന്നത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടി അതിൻ്റെ ചെയ്യാം. നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടിയും ചെയ്യാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് from the following particulars find out the amount of cash required for payment of wages for a particular month ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മറ്റേ ദിവസത്തെയാണ് കണ്ടത് മാസത്തെയാണെന്ന് മാത്രം. for a particular month. ഇത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മാസത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. മാസം എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കണക്ക് എഴുതാം. വേജസ് ഫോർ നോർമൽ ടൈം വർക്ക്ഡ് wages for normal time worked നോർമൽ ടൈം വർക്ക് ചെയ്യുന്നതിനുള്ള വേജസ് എന്ന് പറയുന്നത് 31,000. വേജസ് ഫോർ നോർമൽ ടൈം വർക്ക്ഡ് എന്ന് പറയുന്നത് 31,000. വേജസ് ഫോർ ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേജ് എന്ന് പറയുന്നത് 2,000. നെക്സ്റ്റ് ലീവ് വേജസ് എന്ന് പറയുന്നത് 2,500. നെക്സ്റ്റ് ഡിഡക്ഷൻ ഓഫ് എംപ്ലോയീസ് ഷെയർ ടു സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഡിഡക്ഷൻ നിങ്ങൾ എഴുതാൻ മുഴുവനും നിങ്ങൾ എഴുതണം, ഞാൻ കുറച്ച് എഴുതുന്നുള്ളൂ. ഡിഡക്ഷൻ ഓഫ് എന്താണ് എംപ്ലോയീസ് ഷെയർ ഇതിലേക്ക് ടു സ്റ്റേറ്റ്
insurance to state insurance corporation, deduction of employees share to state insurance corporation എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ടോ? ഡിഡക്ഷൻ തന്നിട്ടുണ്ടോ? എത്രയാണ്? 750. നെക്സ്റ്റ് വൺ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു പി എഫ്. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു പി എഫ് എത്രയാണ്? പി എഫിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1500 തന്നിട്ടുണ്ട്. പിന്നെ ഹൗസ്, ഇനി അടുത്ത ലാസ്റ്റ് വൺ, ഹൗസ് റെൻറ്റ്. ഹൗസ് റെൻറ്റ് is to be recovered from, is to be recovered from 20 employees at a rate of rupees 500 per month. 500 per month. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് ക്യാഷ് റിക്വയർഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് വേജസ് ഫോർ എ പർട്ടിക്കുലർ മന്ത് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വേജസ് ഫോർ നോർമൽ ടൈം വർക്ക്ഡ്, വേജസ് ഫോർ ഓവർ ടൈം, ലീവ് വേജസ്, ഡിഡക്ഷൻ ടു എന്താണ് ഇതിലാണ് എംപ്ലോയി ഷെയർ ഏതിലേക്ക്? സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു പി എഫ്, HR, ഹൗസ് റെൻറ്റ് ഈസ് ടു ബി റിക്കവേർഡ് ഫ്രം എംപ്ലോയീസ് അറ്റ് എ റേറ്റ് ഓഫ് rupees 500 per month. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ക്യാഷ് റിക്വയർഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് വേജസ്. Statement showing cash required for payment of wages. അതിൽ നമുക്ക് എഴുതാം വേജസ് ഫോർ നോർമൽ ടൈം വർക്ക്ഡ്, വേജസ് ഫോർ നോർമൽ ടൈമിന് എത്രയാണ്? 31,000. നെക്സ്റ്റ് വേജസ് ഫോർ ഓവർ ടൈം, വേജസ് ഫോർ ഓവർ ടൈമിന് എത്ര രൂപയാണ്? 2000, 2000. ഇതൊക്കെ നമുക്ക് തന്നത് തന്നെയാണ് ഞാൻ എടുത്തെഴുതുന്നത്. ലീവ് വേജസ് എത്രയാണ്? ലീവ് വേജസ് എന്ന് പറഞ്ഞിട്ട് 2500. അപ്പം നമ്മൾ 2500 എഴുതി. നമ്മൾ ടോട്ടൽ കാണുകയാണ് വേണ്ടത്. അപ്പം 35,500 ടോട്ടൽ വേജ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഇത്ര രൂപയാണ് ടോട്ടൽ വേജ് ആയിട്ട് കിട്ടുന്നത്. ടോട്ടൽ വേജ് കേട്ടോ. ഇനി അതിൽ എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് വരുന്നത് വെച്ചെങ്കിൽ അതൊക്കെ ലെസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് എംപ്ലോയി പി എഫിലേക്ക് പോകുന്നു, അവിടേക്ക് പോകുന്നു, ഇവിടേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഡക്ഷൻസ് വരുന്നതൊക്കെ ലെസ് ചെയ്യാം. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയി എവിടേക്കാണ് പോകുന്നത്? എത്രയ്ക്ക്? SICയിലേക്ക് പോകണു അല്ലേ? സ്റ്റേറ്റ് ഇൻഷുറൻസിലേക്ക് പോകുന്നുണ്ട്. 750 രൂപ ഇൻഷുറൻസിലോട്ട് പോയി. പിന്നെ എന്തിലോട്ടാണ് പോയത്? പി എഫിലോട്ട് പോയി. പി എഫിലോട്ട് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് എത്ര രൂപ പോയി? 1500 രൂപ ശമ്പളത്തിൽ നിന്ന് PF ആയിട്ട് പിടിച്ചു. പിന്നെ നമ്മുടെ നിന്ന് എത്ര പിടിച്ചു? ഹൗസ് റെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു. ഹൗസ് റെൻ്റ് എത്രയാണ്? 500 ആണ് അല്ലേ? 20 മാസത്തേക്ക് 20 എംപ്ലോയീസ് ആണ് അല്ലേ? അപ്പോൾ 20 × 500 ഹൗസ് റെൻ്റ് ആയിട്ട് എത്ര പോയി? 10,000 രൂപ ഹൗസ് റെൻ്റ് ആയിട്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ടോട്ടൽ കാണുക. ഇതിൻ്റെയൊക്കെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 12,250 ആണ് വരിക. അപ്പം എന്നിട്ട് അത് അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 23,250 കേട്ടോ. ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്.
അപ്പോൾ ഇത് മനസ്സിലായി എന്ന് തോന്നുന്നു. ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കണക്കാണ് ഞാൻ ഇവിടെ ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടണതൊക്കെ കൂടി കൂട്ടുക, എവിടേക്കൊക്കെയാണോ നമ്മുടെ കാശ് ഡിഡക്ഷൻ വരുന്നത് വെച്ചെങ്കിൽ അതൊക്കെ കുറയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ കണക്ക് ചെയ്തത് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ലേബർ റെമ്യൂണറേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് പറയാനുള്ളത് കേട്ടോ. ലേബർ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ സാലറി അല്ലേ. അപ്പോൾ വർക്കേഴ്സിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് സാലറി കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ സാലറി കൊടുത്തു കഴിഞ്ഞാൽ വർക്കേഴ്സിന് എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാനും അതുമാതിരി തന്നെ പ്രവർത്തനങ്ങൾ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളൂ. അപ്പോൾ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഓഫ് റെമ്യൂണറേഷൻ അല്ലേ, ഗുഡ് സിസ്റ്റം, സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗുഡ് സിസ്റ്റം ഓഫ് റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ മേക്സ് ദ വർക്കേഴ്സ് ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ്. വർക്കേഴ്സ് പുട്ട് ദെയർ മാക്സിമം എഫേർട്ട് അല്ലേ, അവരുടെ മാക്സിമം എഫേർട്ട് എന്തിനാ ഇൻ ദി മാനുഫാക്ചറിങ് പ്രോസസ്. ഇറ്റ് ഇംപ്രൂവ്സ് ദി എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ് ആൻഡ് ലീഡ്സ് എ പീസ്ഫുൾ ഇൻഡസ്ട്രി. പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ സമാധാനപരമായ ഒരു ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇതൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം എന്താണ്, വർക്കേഴ്സിന് നല്ലൊരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ വർക്കേഴ്സിന് നല്ല രീതിയിലുള്ളൊരു സൗകര്യം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മേഖലയിലും നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഐഡിയൽ വേജസ് പ്ലാൻ എന്തൊക്കെയാണ്, നമ്മൾ ഐഡിയൽ വേജസ് പ്ലാൻ കൊണ്ടുവന്നാൽ അതുകൊണ്ടുള്ള ഫീച്ചേഴ്സ് കേട്ടോ. ദ സിസ്റ്റം ഷുഡ് ബി സിമ്പിൾ ഫോർ ദി വർക്കേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓപ്പറേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ എളുപ്പത്തിൽ സാധിക്കുന്നു. സയൻറ്റിഫിക് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ടൈം, സമയം ഫിക്സ് ചെയ്ത് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി അല്ലേ, സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് ടൈം സ്റ്റഡി. മോഷൻ സ്റ്റഡി പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് മെഷീൻസ് അല്ലേ, അതിനെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ക്യാരി മിനിമം വേജ് അറ്റ് എ സാറ്റിസ്ഫാക്ടറി ലെവൽ, മിനിമം വേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഷുഡ് ബി ഫയർ ടു ബോത്ത് ദി എംപ്ലോയർ ആൻഡ് എംപ്ലോയി, നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്താൻ എംപ്ലോയർക്കും എംപ്ലോയിക്ക് സാധിക്കുന്നു. ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റബിൾ ടു ദ ട്രേഡ് യൂണിയനൊക്കെ ഇത് അക്സെപ്റ്റബിൾ ആണ് അല്ലേ. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എ പ്രോപ്പർ ഇൻസെൻറ്റീവ് ടു ദ വർക്കേഴ്സ് ടു ദ വർക്ക് ഹാർഡ്. നല്ല രീതിയിൽ ഓവർ ടൈമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഷുഡ് ഇൻക്രീസ് ദ മൊറൈൽ ഓഫ് ദി വർക്കേഴ്സ്. ഇപ്പം നമ്മൾ വർക്കേഴ്സിന് ഒരു സൗണ്ട് വേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വർക്കേഴ്സിൻ്റെ മൊറൈൽ, മാനസികാവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നു അല്ലേ. ഇറ്റ് ഷുഡ് ഹെൽപ്പ് ടു റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. ലേബർ ആബ്സെൻറ്റിസം, വർക്കേഴ്സ് ഇല്ലാത്തൊരവസ്ഥ, വർക്കേഴ്സ് വേറെ ജോലി തേടി പോവുക, അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. ദി കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദി സിസ്റ്റം ഷുഡ് ബി ലോ. ഓപ്പറേഷൻ ചാർജ് വളരെ കുറവാണ്. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ഇറ്റ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദി കപ്പാസിറ്റി ഓഫ് ദ ഫേം ടു പേ. കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇറ്റ് ഷുഡ് കൺഫേം ടു ദ ലോക്കൽ ആൻഡ് നാഷണൽ ലേബർ ലോസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഐഡിയൽ വേജസ് പ്ലാനിൽ പറയുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ലേബർ റെമ്യൂണറേഷൻ. വർക്കേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്? 3 സിസ്റ്റമാണുള്ള ടൈം റൈറ്റ് സിസ്റ്റം, പീസ് റൈറ്റ് സിസ്റ്റം, ഇൻസെൻറ്റീവ് സ്കീം. അപ്പോൾ 3 തരത്തിലാണ് നമ്മൾ വേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, തിയറി ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. മെത്തേഡ്സ് ഓഫ് ലേബർ റെമ്യൂണറേഷൻ. എങ്ങനെയാണ് വർക്കേഴ്സിന് നമ്മൾ റെമ്യൂണറേഷൻ പ്രൊവൈഡ്, ടൈം റൈറ്റ്, പീസ് റൈറ്റ്, ഇൻസെൻറ്റീവ്. ഓരോന്നും ഞാൻ എന്താണെന്നുള്ളത് ആദ്യം മലയാളത്തിൽ പറഞ്ഞുതരാം. ടൈം റൈറ്റ് എന്ന് പറഞ്ഞാലേ നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ടായിരിക്കും. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വർക്കിംഗ് ടൈം. അപ്പോൾ അത്രയും സമയം ആ വർക്കർ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചിട്ടാണ് വർക്കറിന് നമ്മൾ കൂലി കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് ടൈം റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പീസ് റൈറ്റ് സിസ്റ്റം. പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, എത്രത്തോളമാണോ വർക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഒരാളൊരു സ്ഥാപനത്തിൽ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ജോലി ചെയ്യണമെന്നില്ല അല്ലേ. എല്ലാവരും ഒരേപോലെ, ചിലർ ജോലി ചെയ്യുന്നത് വളരെ കൂടുതൽ ഉണ്ടായിരിക്കും, ചിലർ ചെയ്യുന്നത് കുറവായിരിക്കും അല്ലേ. അപ്പോൾ വർക്കറുടെ ജോലി ചെയ്യുന്നതിനനുസരിച്ച് എത്രത്തോളമാണോ ഒരു വർക്കർ ജോലി ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ആ വർക്കർക്ക് നമ്മൾ സാലറി കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, ബോണസൊക്കെ കൊടുക്കുക. വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ വർക്കേഴ്സിനും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് ബോണസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം റൈറ്റ് സിസ്റ്റം നോക്കുക. ദിസ് ഈസ് എ സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റെമ്യൂണറേറ്റിംഗ് labor. Under this system, wage is calculated on the basis of the time worked by the workers. എത്രത്തോളം സമയമാണോ ഒരു വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് നോക്കിയിട്ടാണ് നമ്മൾ വേജ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ടൈം റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമവാക്യമാണ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഏണിങ്സ് ഈസ് ഈക്വൽ ടു HW ഇൻറ്റു RH. HW പറഞ്ഞാൽ ഹവേഴ്സ് വർക്ക്ഡ്,
RS എന്ന് പറഞ്ഞാൽ റൈറ്റ് പെർ ഹവർ, എത്രത്തോളം മണിക്കൂർ വർക്ക് ചെയ്തു. അതേമാതിരി തന്നെ ഒരു മണിക്കൂറിന് എത്ര രൂപയാണ് ഏർണിങ്സ്. ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പറഞ്ഞാൽ കിട്ടുന്നത് അല്ലേ. അത് കാണുക എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എത്ര സമയം വർക്ക് ചെയ്തു, ഒരു മണിക്കൂറിന് എത്ര രൂപ വെച്ചെങ്കിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് ടൈം റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്യൂട്ടബിലിറ്റിയാണ് പറയുന്നത്. ദിസ് റൈറ്റ് സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ ഇൻ ദി ഫോളോയിങ് കേസസ്. എവിടേക്കാണ് ഈ ടൈം റൈറ്റ് സിസ്റ്റം സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? വേർ ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. അല്ലേ, ക്വാണ്ടിറ്റിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വാളിറ്റി ഓഫ് വർക്കായിട്ട് വരിക. വേർ ഡിഫിക്കൾട്ട് ടു മെഷർ ദ വർക്ക് ഡൺ ബൈ ദി വർക്കേഴ്സ്. നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്തു, വർക്കേഴ്സ് എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളത് മെഷർ ചെയ്യാൻ വളരെയധികം ഡിഫിക്കൾട്ടായിട്ട് വരിക. പിന്നെ വേർ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് പോസിബിൾ. സ്ട്രിക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ വരിക. വേർ ജോബ് ഈസ് പെർഫോംഡ് ബൈ മെഷീൻസ് ആൻഡ് വർക്കേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ. കുറച്ച് ജോലി മെഷീൻ ചെയ്യുന്നു, കുറച്ച് ജോലി വർക്കേഴ്സ് ചെയ്യുന്നു, യാതൊരു തരത്തിലുള്ള കൺട്രോളും ഇല്ലാത്ത അവസ്ഥ വരിക. വേർ ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാത്ത അവസ്ഥ. ഈ സമയത്തൊക്കെയാണ് ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി ഉള്ളത്, ടൈം സിസ്റ്റത്തിൻ്റെ സ്യൂട്ടബിലിറ്റി ഉള്ളത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കേട്ടോ. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഏതൊരു കാര്യം ഇപ്പോൾ ഈ കോസ്റ്റിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതിൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പോയിൻ്റ് എപ്പോഴും പറയാവുന്ന ഒന്നാണ് ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ രണ്ടാമത്തെ നമുക്ക് വേണമെങ്കിൽ ഇറ്റ് ഈസ് നമ്മളിപ്പോൾ കുറേ അഡ്വാൻറ്റേജ് പഠിക്കുന്ന സമയത്ത് എല്ലാം കൂടി നമ്മുടെ ഓർമ്മയിൽ നിൽക്കണം എന്നില്ല അല്ലേ. അപ്പം നമുക്ക് ജനറലായിട്ട് എഴുതാവുന്ന ഒരു പോയിൻ്റാണ് ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഈസ് ഈസി ടു ഓപ്പറേറ്റ് അല്ലേ. പിന്നെ സെക്യൂരിറ്റി ടു ദ വർക്കേഴ്സിന് ജോലിയിലൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഗ്യാരണ്ടി മിനിമം വേജ് അല്ലേ. അപ്പോൾ അവർ ജോലി ചെയ്താലും ഇല്ലെങ്കിലും രാവിലെ എത്ര മണിക്ക് വരിക, വൈകുന്നേരം എത്ര മണിക്ക് പോകുക. അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്തായാലും മിനിമം വേജ് എന്തായാലും വർക്കേഴ്സിന് കിട്ടുന്നു. ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ബിക്കം സുപ്പീരിയർ ആവുന്നു. ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു ദ വർക്കേഴ്സ് ആൻഡ് ട്രേഡ് യൂണിയൻ. വർക്കേഴ്സും ട്രേഡ് യൂണിയനൊക്കെ ഇതാണ് കൂടുതലായിട്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അതൊക്കെയാണ് നമുക്കതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഡിമെറിറ്റ്സ്. ദ സിസ്റ്റം ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എഫിഷ്യൻറ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ പീസ് റൈറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വർക്കേഴ്സിന് ശമ്പളം കൊടുക്കുക അല്ലേ. ഇതിലെന്ത് ചെയ്യുന്നില്ല, എല്ലാവർക്കും ഒരേ സാലറിയാണ്. എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്താലും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടും അപ്പം മടിയില്ലാത്ത ആൾക്കാർക്കും കൂടി എന്ത് വരും, മടി വരും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ദ സിസ്റ്റം ഹാസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എഫിഷ്യൻറ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ്. അങ്ങനെയുള്ള ആൾക്കാരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഇൻസെൻറ്റീവ്സ് ടു വർക്ക് ഹാർഡ്. നല്ല രീതിയിൽ ജോലി ചെയ്തു വെച്ചിട്ട് പ്രത്യേകിച്ച് ഇൻസെൻറ്റീവ്സ് ഒന്നും തരുന്നില്ല. ഇറ്റ് നെസസിറ്റേറ്റ്സ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഓവർ ദി വർക്കേഴ്സിൻ്റെ ഇടയിൽ എന്ത് വേണ്ടി വരികയാണ്, സ്ട്രിക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ അല്ലേ. ഐഡിയൽ ടൈം ഈസ് കൺസിഡറബിളി ഇൻക്രീസ്ഡ്. ഐഡിയൽ ടൈം കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ടൈം കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത്. വർക്കേഴ്സ് എങ്ങനെയായിട്ട് ലേസി പറഞ്ഞാൽ മടിയന്മാരാവുകയാണ് ചെയ്യുന്നത്. ദ സിസ്റ്റം റിസൾട്ട് ഈസ് ഡിസ്കോണ്ടിനൻറ്റ് എമംഗ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. ഇറ്റ് മേ ലീഡ് ടു ഹൈ ലേബർ ടേൺ ഓവർ വരുന്നു. പിന്നെ ലേബർ കോസ്റ്റ് കനോട്ട് ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ്. എത്രത്തോളമാണ് ലേബർ കോസ്റ്റ് വരിക എന്നൊന്നും എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതൊക്കെയാണ് അതിൽ പറയുന്നത് കേട്ടോ. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ടൈം റൈറ്റ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് അണ്ടർ ദി ടൈം റൈറ്റ് സിസ്റ്റം ആർ ഒന്ന് ടൈം റൈറ്റ് ആൻഡ് ഓർഡിനറി ലെവൽസ്, ടൈം റൈറ്റ് അറ്റ് ദി ഹയർ വേജ് ലെവൽ, പിന്നെ അടുത്തതാണ് ടൈം റൈറ്റ് അണ്ടർ ഗ്രാജുവേറ്റഡ് ടൈം റൈറ്റ്. അങ്ങനെ മൂന്നായിട്ടാണ് ടൈം റൈറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈം റൈറ്റ് അറ്റ് ഓർഡിനറി ലെവൽ അങ്ങനെ പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് വേജസ് ആർ പേ ടു ദ വർക്കേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദി ടൈം വർക്ക്ഡ് ബൈ ദം. എത്രത്തോളം സമയമാണോ ഒരു ജോലി ചെയ്ത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വർക്കേഴ്സിന് നമ്മൾ വേജ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടൈം റൈറ്റ് അറ്റ് ഓർഡിനറി ലെവൽസ് എന്ന് പറയുന്നത്. പിന്നെ ടൈം റൈറ്റ് അറ്റ് ഹൈ വേജ് ലെവൽ എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് വർക്കേഴ്സ് ആർ പെയ്ഡ് അറ്റ് ദി ടൈം റൈറ്റ് ബട്ട് ദ റൈറ്റ് ഈസ് ഹയർ ദാൻ ദി നോർമലി പെയ്ഡ് ഇൻ ദി ഇൻഡസ്ട്രി ഓർ ലൊക്കാലിറ്റിയിൽ. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ എത്രയാണോ വേജ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ടൈം റൈറ്റ് അറ്റ് ഹൈ വേജ് ലെവൽ. ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ആ ലൊക്കാലിറ്റിയിൽ വർക്കേഴ്സിന് എത്രത്തോളമാണോ വേജ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിനേക്കാൾ ഹൈ ആയിട്ട് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വൺ ഗ്രാജുവേറ്റഡ് ടൈം റൈറ്റ് ആണ് പറയുന്നത്. അണ്ടർ ദിസ് സിസ്റ്റം പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് അറ്റ് ദി ടൈം റൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു സ്യൂട്ട് ജനറൽ ഇക്കണോമിക് സർക്കംസ്റ്റാൻസിനനുസരിച്ചിട്ടാണ് വേജ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രാജുവേറ്റഡ് ടൈം റൈറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കുക അടുത്തതാണ് പീസ്. അപ്പോൾ ഒന്നുമില്ല, ടൈം റൈറ്റ് വളരെ സിമ്പിളാണ്. എത്രത്തോളം സമയമാണോ വർക്കേഴ്സിന് വർക്ക് ചെയ്യാൻ കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വർക്കേഴ്സിന് നമ്മൾ കൂലി കൊടുക്കുന്നു, വേജ് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ടൈം റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ പീസ് റൈറ്റ് സിസ്റ്റം.
പീസ് റൈറ്റ് സിസ്റ്റം എന്ന വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വർക്കേഴ്സിന് വേതനം കൊടുക്കുന്നുള്ളൂ. അതിനെയാണ് പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പീസ് റൈറ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദി വർക്ക് ഡൺ ഓൺ ദി റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ. അല്ലേ, എത്രത്തോളം വർക്കാണോ അവർ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അവർക്ക് നമ്മൾ സാലറി കൊടുക്കുന്നത്. അണ്ടർ ദി സിസ്റ്റം വോളിയം ഓഫ് വർക്ക് ഡൺ ഈസ് ദ ബേസിസ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് വേജ് പേയബിൾ ടു ദി വർക്കേഴ്സ്. എത്ര വോളിയം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് വർക്കേഴ്സിന് നമ്മൾ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർമുല എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു, ഇ എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ഈസ് ഈക്വൽ ടു NU ഇൻറ്റു RU. NU പറഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്. ഇവിടെ ഇപ്പോൾ പീസ് വൈസ് സിസ്റ്റത്തിലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഒരാൾ നല്ല കഴിവുള്ള ഒരാൾ 10 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കഴിവ് കുറഞ്ഞ ആൾക്കാർ ഒരു 4 എണ്ണമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ വെച്ചെങ്കിൽ ആ 10 എണ്ണം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് അതിനനുസരിച്ച് ഏർണിങ്സ് കൂടുതൽ കിട്ടുന്നു അല്ലേ. അപ്പോൾ അതാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു RU, റൈറ്റ് പെർ യൂണിറ്റ്. അതിനെയാണ് പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് കൊടുക്കുന്നത് എത്രത്തോളം വർക്ക് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വേതനം കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നോക്കാം കേട്ടോ. പീസ് റൈറ്റ് സിസ്റ്റം, ദ സിസ്റ്റം റെക്കഗ്നൈസ് ദ മെറിറ്റ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി. എല്ലാവർക്കും കൂടുതൽ സാലറി കിട്ടണം എന്നാണ് വിചാരം അല്ലേ. അപ്പോൾ എണ്ണം കൂട്ടിയാൽ കൂടുതൽ ശമ്പളം കിട്ടുന്നു. അപ്പോൾ എല്ലാവരും അത് കൂടുതലായിട്ടും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ് ഇൻസെൻറ്റീവ് ടു വർക്കേഴ്സ്. വർക്ക് ഹാർഡ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട്. വർക്കേഴ്സ് വിൽ ട്രൈ ടു അഡോപ്റ്റ് ബെറ്റർ ആൻഡ് മോർ എഫിഷ്യൻറ്റ് മെത്തേഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഇതാണ് വർക്കേഴ്സിന് കൂടുതലായിട്ടും എഫിഷ്യൻ്റ് ആയത്. കാരണം എന്താണ്, അവരുടെ പ്രൊഡക്ഷൻ വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നു. ദ സിസ്റ്റം വിൽ റിസൾട്ട് ലാർജർ ഔട്ട്പുട്ട്. വർക്കേഴ്സിന് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നു. ഐഡിയൽ ടൈം വിൽ ബി റെഡ്യൂസ് ടു ദ മിനിമം. ഈച്ച് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് അവൈലബിൾ ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ലെസ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറച്ചാണ് വരുന്നുള്ളൂ. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുക. ഇപ്പോൾ ഈ സാധനങ്ങൾ കൂടുതൽ എണ്ണം പ്രൊഡ്യൂസ് ചെയ്താൽ കൂടുതൽ ശമ്പളം കിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ എന്ത് കുറയുന്നു, ക്വാളിറ്റി കുറയുന്നു എന്നുള്ളതാണ് ഒരു ലിമിറ്റേഷൻ നമുക്ക് പറയാനുള്ളത്. ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് വിൽ സഫർ ബിക്കോസ് വർക്കേഴ്സ് വിൽ ട്രൈ ടു പ്രൊഡ്യൂസ് മോർ ടു ഏൺ മോർ വേജസ്. അല്ലേ, വർക്കേഴ്സിൻ്റെ വിചാരം എന്താണ്, അവർക്ക് കൂടുതൽ വേജ് കിട്ടണം അല്ലേ. അപ്പോൾ കൂടുതൽ വേജ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു, അതിൻ്റെ ക്വാളിറ്റി കുറയുന്നു അല്ലേ. പിന്നെ എന്താ പറയുന്നത്, സിസ്റ്റം ഡസ് നോട്ട് ഗ്യാരണ്ടി മിനിമം വേജ്. മിനിമം വേജ് ഗ്യാരണ്ടിയേ പറയുന്നില്ല. കാരണം ഒരു വേജും കൊടുക്കുന്നില്ല. സാധനം പ്രൊഡ്യൂസ് ചെയ്ത കാശുണ്ട്, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഡസ് നോട്ട് ഗ്യാരണ്ടി മിനിമം വേജ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഫിക്സ് ആൻഡ് ഈക്വിറ്റബിൾ പീസ് റൈറ്റ്. എല്ലാവർക്കും ഒരു ഈക്വിറ്റബിൾ പീസ് റൈറ്റ് അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൾട്ടാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ. ഇനി എന്തൊക്കെ പറയാം, ഓവർ സ്ട്രെയിൻ ഓൺ ദി പാർട്ട് ഓഫ് വർക്കേഴ്സ് വിൽ കോസ് ഫ്രീക്വൻറ്റ്. അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, കൂടുതൽ വേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഓവർ ടൈം വർക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആബ്സെൻറ്റിൻ്റെയൊക്കെ എണ്ണം കൂടും എന്നുള്ളതാണ് നമുക്ക് വേറെ പറയാനുള്ളത്. ദ സിസ്റ്റം മേ കോസ് ഡിസാറ്റിസ്ഫിക്കേഷൻ എമംഗ് ലോ വർക്കേഴ്സ്. പതുക്കെ അധികം എല്ലാവർക്കും ഒരേ കഴിവുണ്ടാവണമെന്നില്ല അല്ലേ. അപ്പോൾ പതുക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നു. ദ സിസ്റ്റം ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു ട്രേഡ് യൂണിയൻ എന്നതും ഇത് ആക്സെപ്റ്റബിൾ അല്ല. ദർ ഇസ് എ ചാൻസസ് ഓഫ് സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ് ഓഫ് വർക്കിനൊക്കെ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീസ് റൈറ്റ് സിസ്റ്റം. പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വർക്കേഴ്സിന് വേജ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നോക്കുക, 3 തരത്തിലാണ് പീസ് റൈറ്റ് സിസ്റ്റം പറയുന്നത്. സ്ട്രൈറ്റ് പീസ് റൈറ്റ് സിസ്റ്റം, പീസ് റൈറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം റൈറ്റ്, പിന്നെ ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം. അങ്ങനെ 4 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് നോക്കുക, സ്ട്രൈറ്റ് പീസ് റൈറ്റ് സിസ്റ്റം. Under this method, workers are paid at a flat rate per unit of output irrespective of time taken. അല്ലേ, എത്ര സമയം എടുത്താലും വേണ്ടില്ല, ഇത്ര എന്നുള്ള ഒരു റേറ്റ് വെക്കുന്നു അല്ലേ. ഏർണിങ്സ് നമ്പർ ഓഫ് യൂണിറ്റ് ഇൻറ്റു റൈറ്റ് പെർ യൂണിറ്റ്. പിന്നെ അടുത്തത് പീസ് റൈറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം റൈറ്റ് അല്ലേ, ഗ്യാരണ്ടി. അണ്ടർ ദിസ് മെത്തേഡ് വേജസ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ദ പീസ് റൈറ്റ് സിസ്റ്റം ബട്ട് ദ ടൈം വേജസ് ആർ ഗ്യാരണ്ടി ടു ദ വർക്കേഴ്സ്. ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Differential piece rate system. Under this method, there is more than one piece rate system to reward efficient workers and to encourage less efficient workers. അല്ലേ, എഫിഷ്യൻറ്റ് വർക്കേഴ്സിനെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുകയും ലെസ് എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് എൻകറേജ്മെൻറ്റ് ഉണ്ടാകുന്നുമില്ല. അതാണ് അതിനടുത്ത് പറയുന്നത്. പിന്നെ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം. ശ്രദ്ധിക്കാം. Under this system, there are 2 piece rights, a low piece right output below standard and high piece right output above standard. അല്ലേ, ഇപ്പോൾ എന്താ അതിൽ പറയുന്നത് വെച്ചെങ്കിൽ ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും.
ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിനനുസരിച്ചിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അതിനനുസരിച്ച് ആൾക്കാർ ഹൈ ആയിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ലോ ആയിട്ടാണോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് കൂലി കൊടുക്കുന്നത്. അതാണ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. ആ സ്റ്റാൻഡേർഡ് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ ഇത്ര, അതിനേക്കാൾ കുറവാണെങ്കിൽ ഇത്ര എന്നുള്ള തരത്തിലാണ് കൊടുക്കുന്നത്. അതിനെയാണ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 4 തരത്തിലാണ് ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം നമുക്ക് പറയാനുള്ളത്. സ്ട്രൈറ്റ് പീസ് റൈറ്റ്, പിന്നെ പീസ് റൈറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം റൈറ്റ്, ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം കേട്ടോ. ഇത്രയാണ് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടിയും പറയാം. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് സിമ്പിൾ, ടൈലറുടെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓപ്പറേറ്റ്. ഞാൻ പറഞ്ഞു ആദ്യത്തെ പോയിന്റ് നമുക്കത് പറയാം. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു കാൽക്കുലേറ്റ്, ഈസി ടു ഓപ്പറേറ്റ് എന്നൊക്കെ പറയാം. ഇറ്റ് പ്രൊവൈഡ് എ സ്ട്രോങ് ഇൻസെൻറ്റീവ് ടു എക്സ്പേർട്ട് വർക്കേഴ്സിന് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് അട്രാക്റ്റ് ബെസ്റ്റ് വർക്കേഴ്സ് ടു ദ ഫേം. ഹൈ പീസ് റൈറ്റ് സിസ്റ്റം ആർ ലെഡ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു അല്ലേ. ഡിസഡ്വാൻറ്റേജ് എന്താ? ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി മിനിമം വേജ് ഇത്ര കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ഇല്ല അല്ലേ. പ്രൊഡക്ഷൻ നടത്തുന്നതിനനുസരിച്ച് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. ഇറ്റ് പണിഷസ് സ്ലോ വർക്കേഴ്സിനെ വളരെയധികം പണിഷ് ചെയ്യുന്നു. ഇറ്റ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സിനെ തമ്മിലൊരു ഡിസ്ക്രിമിനേഷൻ വേർതിരിവുണ്ടാവുന്നു. ലേബർ കോസ്റ്റ് ഓഫ് എ ജോബ് വിൽ ഡിഫറൻ അറ്റ് 2 ലെവൽ ഓഫ് പെർഫോമൻസ്. വ്യത്യസ്ത ലെവൽ ഓഫ് പെർഫോമൻസിനനുസരിച്ച് ലേബർ കോസ്റ്റിൽ ചേഞ്ച് വരുന്നു. ഇതൊക്കെയാണ് നമുക്കതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വർക്കേഴ്സിന് നമ്മൾ വേതനം കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീസ് റൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ പീരീഡിൽ ചെയ്ത ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കണക്ക് ചെയ്തു. ഇനി നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള വേജ് റേറ്റ് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ മെസ്സേജ് ചെയ്യാം. ശരി, ഓക്കെ.